പ്രിയങ്ക പ്രദീപ് വ്ലോഗ്സ്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ലൈറ്റ് ഫെസ്റ്റിവലിന്റെ ഉള്ളിലാണ്. ലൈറ്റ് ഫെസ്റ്റിവൽ എവിടെയാണെന്ന് വെച്ചാൽ അഹമ്മദി ഗാർഡനിലും സെൻട്രൽ അവന്യൂസ് ഗാർഡനിലുമാണ് ഉള്ളത്. KOC സെൻട്രൽ അവന്യൂസ് ഗാർഡൻ. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. അഹമ്മദി ലൈറ്റ് ഫെസ്റ്റിവൽ കുവൈറ്റിന്റെ അഹമ്മദി ഏരിയയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരു ഇവന്റ് ആണ്. കുവൈറ്റ്സ് നാഷണൽ ആൻഡ് ലിബറേഷൻ ഡേയ്സ് ആർ ഇൻ ഫെബ്രുവരി. ഇതിനോട് ചേർന്നാണ് ലൈറ്റ് ഫെസ്റ്റിവലും ഓർഗനൈസ് ചെയ്യാറുള്ളത്. ഈ ലൈറ്റ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തത് എന്നാണെന്ന് ക്ലിയർലി ഡോക്യുമെന്റഡ് അല്ലെങ്കിലും 2011 ഒക്കെ തൊട്ട് ഈ ഇവന്റ് ഉണ്ട്, വിച്ച് മീൻസ് ഇറ്റ്സ് ഓൾറെഡി എ ഡെക്കേഡ് ഓൾഡ് ഇവന്റ്. കുവൈറ്റ് ഓയിൽ കമ്പനി ഓർ KOCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഈ ഏരിയയിലാണുള്ളത്. ആൻഡ് ദേ ഹാവ് ബീൻ ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ഓർഗനൈസിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ദിസ് സെലിബ്രേഷൻ. ഇവിടെ ഏകദേശം ഒരു 2 കിലോമീറ്റേഴ്സ് വരുന്ന അത്രയും റോഡ്സിലും പാർക്സിലും എല്ലാം ലൈറ്റ്സ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സ്ട്രീറ്റ് ഫുൾ ഡെക്കറേറ്റ് ചെയ്തതുകൊണ്ട് സാധാരണ എല്ലാവരും ഇത് മൊത്തം നടന്നു കണ്ട് എൻജോയ് ചെയ്യാറാണ് പതിവ്. ഇത് അഹമ്മദി ഏരിയയിലെ ഒരു ചേർച്ചാണ്. അവിടെയും ഫുൾ ലൈറ്റ്സ് വെച്ച് നല്ല ഭംഗിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. വേൾഡിൽ പല പല ലൈറ്റ് ഫെസ്റ്റിവൽസും ഉണ്ട്. ലൈക്ക് ദിവാലി ഇൻ ഇന്ത്യ, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് ഇൻ ഫ്രാൻസ്, വിവിഡ് സിഡ്നി ഇൻ ഓസ്ട്രേലിയ, ആംസ്റ്റർഡാം ലൈറ്റ് ഫെസ്റ്റിവൽ ഇൻ നെതർലാൻഡ്സ്, എക്സെട്ര എക്സെട്ര. കുവൈറ്റിൽ ഫെബ്രുവരി ഒരു സെലിബ്രേഷൻ മന്ത് ആണ്. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ഹാല ഫെബ് ഇവന്റ് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഹാല മീൻസ് ഹൈ, സോ ഇറ്റ് സേസ് ഹൈ ഫെബ്രുവരി. ഈ ഹാല ഫെബ് ഇവന്റിന്റെ വൺ ഓഫ് ദി സെലിബ്രേഷൻസ് കൂടിയാണ് ലൈറ്റ് ഫെസ്റ്റിവൽ. ഒരു ഗാർഡൻ സെറ്റപ്പിൽ ബട്ടർഫ്ലൈസും ടുലിപ്സും ഊഞ്ഞാലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് ഇൻസ്റ്റലേഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതൊന്നും കൂടാതെ കുറെ ലാന്റേൺസും മരങ്ങളിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഓരോ വർഷവും ഓരോ തീംസ് ആണ് ഇവിടെ ഫോളോ ചെയ്യാറുള്ളത്. ലാസ്റ്റ് ഇയർ മഷ്റൂം തീം ആയിരുന്നെങ്കിൽ ഈ വർഷം ഫുൾ അംബ്രല്ലാസ് റിലേറ്റഡ് തീമാണ് ചെയ്തിരിക്കുന്നത്. This event also showcases a blend of art, technology and culture, attracting both locals and tourists. And the world looks better when it's glowing, right? KOCയുടെ ലൈറ്റ് ഇൻസ്റ്റലേഷൻ ഓൾഡ് ആൻഡ് ന്യൂ കുവൈറ്റ് എന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ഓൾഡ് കുവൈറ്റ് ആണ്. ഓൾഡ് കുവൈറ്റിന്റെ ഫ്ലാഗ് ആണിത്. 1961 മുമ്പ് വരെ കുവൈറ്റിൽ ഈ ഫ്ലാഗ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇതാണ് ഓൾഡ് കുവൈറ്റിന്റെ എൻട്രൻസ്. ഓൾഡ് കുവൈറ്റിൽ ഞങ്ങളുടെ പ്രീവിയസ് വ്ലോഗ്സിൽ പറഞ്ഞിരുന്ന ദിവാനിയ ഏരിയ, ക്യാമൽസ്, വെൽസ്, ഷിപ്സ്, അറബിക് ലൈഫ് സ്റ്റൈൽ എല്ലാം ലൈറ്റ് ഇൻസ്റ്റലേഷനായി കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ ഈ കണ്ടതെല്ലാം അറബിക് ലൈഫ് സ്റ്റൈലിനെ റിപ്രസെന്റ് ചെയ്യുന്ന ഇൻസ്റ്റലേഷൻസ് ആണ്.
ഇനി നമുക്ക് ന്യൂ കുവൈറ്റ് കണ്ടാലോ. ന്യൂ കുവൈറ്റിന്റെ അകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതാണ് ന്യൂ കുവൈറ്റിന്റെ ഫ്ലാഗ്. ന്യൂ കുവൈറ്റ് 2035 കുവൈറ്റിന്റെ ഒരു സ്ട്രാറ്റജിക് വിഷൻ ആണ് ഫോർ ഡൈവേഴ്സിഫൈയിങ് ദ ഇക്കോണമി. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന ലൈറ്റ് ഇൻസ്റ്റലേഷൻസ് ആർ ബേസ്ഡ് ഓൺ അവർ പ്രീവിയസ് വ്ലോഗ്സ് ലൈക്ക് ഷെയ്ഖ് ജാബർ അൽ അഹമ്മദ് കോസ്വേ, മഷ്റൂം ഷേപ്ഡ് വാട്ടർ ടാങ്ക്സ് ആൻഡ് കുവൈറ്റ് ടവേഴ്സ്. കുവൈറ്റ് ഓയിൽ കമ്പനി ഓർ KOC ആണ് കുവൈറ്റിൽ ഓയിൽ എക്സ്പ്ലോറേഷനും ഡ്രില്ലിംഗും ചെയ്യുന്നത്. 1938 കുവൈറ്റിലെ ബുർഗാനിൽ ആദ്യമായി ഓയിൽ ഡിസ്കവർ ചെയ്തത്. This field has been crucial to Kuwait's oil production and is considered to be one of the world's largest conventional oil fields by reserves and production capacity. കുവൈറ്റിലെ ഫസ്റ്റ് ഓയിൽ വെൽ ആയിരുന്ന ബുർഗാൻ ഓയിൽ വെല്ലിന്റെ മാനിഫോൾഡിന്റെ ഒരു റെപ്ലിക്കയാണ് ഈ ലൈറ്റ് ഇൻസ്റ്റലേഷനായി കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു ഡോങ്കി പമ്പാണ്. കുവൈറ്റിൽ ആദ്യമായി ഓയിൽ ഡിസ്കവർ ചെയ്ത സമയത്ത് ഇങ്ങനത്തെ പമ്പ്സ് യൂസ് ചെയ്തായിരുന്നു ക്രൂഡ് വെല്ലിൽ നിന്ന് പമ്പ് ചെയ്തിരുന്നത്. Nowadays there are advanced technologies for these. However, still there are areas where donkey pumps are used. ഇതൊരു ക്രൂഡ് ബാരലിന്റെ ഡെപിക്ഷൻ ആണ്, which is the main product of KOC, and it can also be stated as the lifeblood of modern society. ഇവിടെ ഒരു ഫുഡ് ട്രക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫോർ ലൈറ്റ് സ്നാക്സ്, കോഫി എക്സെട്ര. നമ്മൾ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. നേരത്തെ കണ്ട മഷ്റൂം ഷേപ്ഡ് വാട്ടർ ടാങ്ക്സിന്റെ റിയൽ സ്ട്രക്ചർ ആണിത്. ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Stay tuned for more updates. Please do like, share and subscribe to Priyanka Prajeet Vlogs.